ഇടവേളയ്ക്ക് ശേഷം പാളയം പച്ചക്കറി മാർക്കറ്റിലെ വ്യാപാരികളും തൊഴിലാളികളും അതിജീവനത്തിനായുള്ള പോരാട്ടം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ്. ഓണം കഴിയുന്നതോടെ കച്ചവടക്കാരെ കല്ലുത്താൻ കടവിലേക്ക് മാറ്റാനുള്ള കോഴിക്കോട് കോർപ്പറേഷന്റെ തീരുമാനത്തിനെതിരെയാണ് പ്രതിഷേധം. നീക്കത്തിൽ നിന്നും പിന്മാറിയില്ല എങ്കിൽ സമരം ശക്തമാക്കുമെന്നാണ് തൊഴിലാളി സംഘടനകളുടെ സംയുക്ത നിലപാട്. ഞങ്ങൾ എന്തിനു വേണ്ടിയാണ് സമരം ചെയ്യുന്നത്? നമ്മളെ വൈറ്റ് പൈപ്പിനാണ്. നമ്മളൊക്കെ സാധാരണക്കാരാ. 2 ദിവസം ഇവിടെ കച്ചവടം ചെയ്തില്ലെങ്കിൽ 3-ാമത്തെ ദിവസം ഞങ്ങളൊക്കെ വീട് പട്ടിണിയാണ്. ഇവിടുന്ന് അതിന് മാത്രം വലിയ ലാഭമൊന്നും കിട്ടിയിട്ടല്ലേ നമ്മൾ കച്ചവടം ചെയ്യുന്നത്. അന്നത്തെ ഒരു അന്നത്തിന് വേണ്ടി കച്ചവടം ചെയ്യുന്ന ചെറുകിട കച്ചവടക്കാരാണ്. പാളയം പച്ചക്കറി മാർക്കറ്റിലെ കെട്ടിടത്തിന്റെ ബലക്ഷയം ചൂണ്ടിക്കാട്ടിയാണ് കോർപ്പറേഷന്റെ നടപടി. ഓണം കഴിയുന്നതോടെ മുഴുവൻ കച്ചവടക്കാരെയും കല്ലുത്താൻ കടവിലെ ന്യൂ പാളയം മാർക്കറ്റിലേക്ക് മാറ്റുമെന്നാണ് മേയറുടെ നിലപാട്. ഈ ജനങ്ങളുടെ വികാരങ്ങളൊന്നും, ഇവിടുത്തെ തൊഴിലാളി വർഗത്തിൻ്റെ വികാരങ്ങളൊന്നും തിരിച്ചറിയാതെ അവർ പണ്ട് നന്ദിഗ്രാമിലും ചെങ്കൂരിലൊക്കെ നടപ്പിലാക്കിയ ഒരു കുടിയിറക്കൽ ഭീഷണിയാണ് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിന് എന്ത് വില കൊടുത്തും എതിർക്കുന്നു. മാത്രമല്ല, ഇതിൻ്റെ മരണം വരെ നിങ്ങൾക്ക് ഇവിടുന്ന് എത്ര ജീവൻ വേണം, ഇവരെ നിർദ്ദിഷ്ട തീരുമാനത്തിൽ നിന്ന് പിന്തിരിയാൽ നിങ്ങൾക്ക് എത്ര ജീവൻ വേണം, അത്രയും ജീവൻ നൽകാൻ ഈ പാളയത്തെ സമൂഹം ഉണ്ടാവുമെന്ന് ഞങ്ങൾ കൃത്യമായി പറയുകയാണ്. ബലക്ഷയം സംബന്ധിച്ച് അൺഫിറ്റ് എന്ന റിപ്പോർട്ട് നൽകിയ KSRTC കെട്ടിടത്തിനെതിരെ ഇപ്പോഴും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിൽ പാളയം മാർക്കറ്റിനോട് കോർപ്പറേഷൻ സ്വീകരിക്കുന്ന നിലപാട് ദുരുദ്ദേശത്തോടെയാണെന്നാണ് കച്ചവടക്കാരുടെ ആരോപണം. കല്ലത്താൻ കടവിലേക്ക് ഞങ്ങൾ ചിന്തിക്കുന്ന പോലില്ല. കാരണം അതൊരു സ്വകാര്യ മാർക്കറ്റാണ്, അതൊരു പൊതുസ്ഥാപനമാണ്. ഇത് കോഴിക്കോട് കോർപ്പറേഷൻ്റെ സ്ഥലമാണ്. ഇവിടെ പുതുക്കി പണിയെന്ന് ഞങ്ങൾ പറയുന്നത്. കാരണം ഇത് അജണ്ട വേറാണ്, ഇത് കച്ചവട താല്പര്യമാണ്. ഇത് തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ വേറെ അജണ്ടയാണ്. പാളയം മാർക്കറ്റ് ഒഴിപ്പിക്കാനുള്ള നീക്കം ഉപജീവനം തന്നെ പ്രതിസന്ധിയിലാക്കുമെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. പൈതൃകമായ കോഴിക്കോട് പച്ചക്കറി മാർക്കറ്റ് പാളയത്ത് തന്നെ നിലനിർത്തുക, കച്ചവടക്കാരുടെ ലൈസൻസ് പുതുക്കി നൽകുക, വാടക സ്ഥിരപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് തൊഴിലാളി സംഘടനകൾ മുന്നോട്ട് വെക്കുന്നത്. ഒരുപാട് ആളുകൾക്ക് അഴിമതി നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംരംഭത്തിന് വേണ്ടിയിട്ടാണ്. അത് ഞങ്ങൾ വിട്ടുകൊടുക്കൂല. ഞങ്ങൾ 2009 ഞങ്ങൾ തുടങ്ങിയ സമരമാണ്. ഇപ്പോഴും വിട്ടിട്ടില്ല, ഇനിയും വിടുവില്ല. തീരുമാനത്തിൽ നിന്ന് കോർപ്പറേഷൻ പിന്മാറാത്ത പക്ഷം വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് സംയുക്ത തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. ജനം, കോഴിക്കോട്.